السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على نبي الأمين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد يا رسول الله أنك قد بلغت رسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة لساني يفقه قولي. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. പലരുടെ കണ്ണിലും ഇരുന്നു വന്ന കഥയുണ്ട്, പതികനിലൊരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട്. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറിടാനായി. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടലൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളിവിടെ ചൊല്ലിയ പരിശുദ്ധമായ ഒരു സൂറത്ത് യാസീനൊക്കെ അള്ളാഹു സ്വീകരിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത കാരണം സ്വർഗ്ഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇങ്ങനെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ട് രൂപത്തിലുള്ളതായിരിക്കും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നന്മയായിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി എടുത്തു ഒന്നെങ്കിൽ അതിൽ നന്മയായിരിക്കും, അല്ലെങ്കിൽ അത് തിന്മയായിരിക്കും. അങ്ങനെ നമ്മൾ മരണപ്പെട്ട് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ ഇങ്ങനെ എന്ന് പറയുന്ന തുലാസിൽ ഇങ്ങനെ തൂക്കി നോക്കും. മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നമ്മൾ ദുനിയാവിൽ നിന്ന് 40, 50, 60 വർഷത്തിൽ ചെയ്തതായ നന്മയും തിന്മയും തൂക്കുന്നു.
ആരുടെ നന്മ അധികരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകുന്നു. ആരുടേതാണോ തിന്മ അധികരിച്ചത്, ആരുടെ തുലാസിലാണോ തിന്മ കനം തൂക്കുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നരകമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരായി കൊണ്ട് തൻ്റെ ഇച്ഛകൾ വെച്ച് പ്രവർത്തിച്ചാൽ നാളെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുമേ, നാളെ നരകത്തിലേക്ക് എത്തിപ്പെടുമേ. നരകാവസ്ഥ അതിഭയാനകരമാണ്. ഒരിക്കലും ഒരാൾക്കും താങ്ങാൻ സഹിക്കാനും കഴിയാത്ത രൂപത്തിലുള്ള വലിയ അദാബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർമാർഗങ്ങൾക്കായി നരകത്തിൽ തയ്യാർ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബാ, നരകത്തിലെ ആളിക്കുന്നതായ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് യന്തഇലു ബിനഅലൈനി മിൻ നാരിൻ യഗ്ലി ദിമാഗഹു മിൻ ഹറാറതിഹി, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 2 തീയിനാലുള്ള ചെരുപ്പ് ധരിപ്പിക്കലാണ്. ആ ചെരുപ്പങ്ങാനും ഒരു മനുഷ്യന് ധരിച്ചാൽ യഗ്ലി ദിമാഗഹു മിൻ ഹറാറതിഹി, അവന്റെ തലച്ചോറ് പോലും ആ ചൂടിന്റെ കാഠിന്യത്തിൽ കരിഞ്ഞു പോകുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആ മനുഷ്യന് മനസ്സിൽ വിചാരിക്കുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അധികം ശിക്ഷ തന്നത് എനിക്കാണ് എന്ന ആ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ള വലിയ ശിക്ഷകളുടെ അവസ്ഥ എന്താ? മറ്റുള്ള വലിയ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 2 തീയിനാലുള്ള ചെരുപ്പ് ധരിപ്പിക്കലാണ്. അത് ധരിക്കുമ്പോൾ അവന്റെ തലച്ചോറ് പോലും തിളച്ചു മറിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കും ഭയാനകരമാണ് നരകം. നരകത്തിന്റെ നിറത്തെക്കുറിച്ച് പറയുന്നത് അത് കറുകറുത്ത ഇരുണ്ട നിറമാണേ, കറുകറുത്തയാണ്, അതിങ്ങനെ കറിച്ച് നിൽക്കുകയാണ്. അതിന് ചൂടിനെ കുറിച്ച് പറയുന്നത് നരകത്തിൽ നിന്നെങ്ങാനും ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ അത്രയെങ്ങാനും ദുനിയാവിലേക്ക് തുറക്കപ്പെട്ടാൽ ലമാത്ത മൻ ഫിൽ അർളി കുല്ലുഹു, ഭൂമിയിൽ ജീവിക്കുന്ന സകലമാന ജീവജാലങ്ങളും അതുമൂലം കത്തി നശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ചിന്തിക്കണേ, നരകത്തിൽ നിന്ന് ഒരു സൂചിയുടെ അത്രക്കും ദ്വാരത്തിലുള്ള അത്രക്കും ദുനിയാവിലേക്കെങ്ങാനും തുറക്കപ്പെട്ടാൽ ഈ ഭൂമി ലോകം മുഴുവൻ കത്തിച്ചാമ്പലാകുമെങ്കിൽ ആ നരകക്കുണ്ടിലേക്ക് നേരിട്ടിടുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, ആർക്കാണ് അല്ലാഹു ഇത് നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേൾക്കാതെ, റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ തന്റെ ഇച്ഛകൾ യാവിലൂടെ നടന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽകുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിലേക്ക് എത്താൻ സാധിക്കുമേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നരകത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് റസൂൽ തങ്ങൾ. ആ നരകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തീപ്പൊരിയുണ്ടല്ലോ, അത് കൊട്ടാര സമാനമായ തീപ്പൊരികളാണ്. കൊട്ടാരത്തിന്റെ അത്രക്കും വലിപ്പമുള്ള തീപ്പൊരികളാണ് നരകത്തിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരിക. ഒന്ന് ആലോചിച്ച് നോക്കണേ നരകത്തിന്റെ ഭയാനകത. പ്രിയപ്പെട്ടവരെ, നരകത്തിലുള്ള ആളുകൾക്ക് വലിയ ദാഹമുണ്ട്, വലിയ വിശപ്പുണ്ട്. അവരിങ്ങനെ അദാബിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ദാഹം കൊടുക്കുകയാ, വളരെയധികം വിശപ്പ് കൊടുക്കുകയാണ്. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണതില്ലുന്നത്, ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ,
ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്ദ്വാര വഴി അതുവനും ഒഴുകുന്നതാ. പ്രിയപ്പെട്ടവരെ, ദഅവാ ഉസ്താദ് ഇങ്ങനെ പറയുകയാണ്, നരകത്തിലുള്ള ആളുകൾക്ക് വലിയതായ ദാഹമുണ്ട്, വലിയ വിശപ്പുണ്ട്. അവർ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഭക്ഷണം ചോദിക്കുകയാണ്, വെള്ളം ചോദിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാം അവർ ചോദിച്ചതിൻ്റെ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഭക്ഷണം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് നരകാവകാശികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം? ഇന്ന ശജറത സഖൂം ത്വആമുൽ അസീം. നരകാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അത് കൽമുള്ളാണ്, അത് മുള്ളിനാലുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണം എങ്ങാനും അവൻ കഴിച്ചാൽ അതവന്റെ തൊള്ളയിൽ കുടുങ്ങുകയാണ്, അതവന്റെ തൊണ്ടയിൽ കുടുങ്ങുകയാണ്. ഉടൻ തന്നെ അവർ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു, ഓ മാലിക് അലൈഹിസ്സലാമേ, ഞങ്ങൾക്ക് അല്പം വെള്ളം തരാമോ? ഞങ്ങളുടെ തൊണ്ടയിൽ നിങ്ങൾ തന്നതായ ഭക്ഷണം കുടുങ്ങിക്കിടക്കുകയാണ്, അതൊന്ന് ഇറങ്ങിപ്പോവാൻ കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതാ 1000 വർഷങ്ങൾക്ക് ശേഷം മറുപടിയുമായി മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്നത്? നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊലിച്ചിറങ്ങുന്നതും ജലവും ചിഞ്ചലവും വമിക്കുന്ന ദുർഗന്ധം വമിക്കുന്നതായ പാനീയം അവർക്ക് കൊടുക്കുകയാണ്. ആ പാനീയം അവർ വാങ്ങിക്കൊണ്ട് ആർത്തിയോടെ കുടിക്കാൻ ശ്രമിക്കുന്നു. ദാഹത്തിന്റെ കാഠിന്യം മൂലം അതങ്ങ് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവരുടെ മുഖമെല്ലാം കരിഞ്ഞു കരിക്കട്ട പോലെയാവുന്നതാണ്. അതെങ്ങാനും അവർ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആന്തരികമായ അവയെല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം പ്രിയപ്പെട്ട, ഒരിക്കലും ഒരു മനുഷ്യനിക്ക് താങ്ങാൻ സാധിക്കില്ല. ആ വെള്ളങ്ങൾ മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ മുഖം കരിഞ്ഞു പോകുന്ന രൂപത്തിൽ തിളച്ചതായ പാനീയം, ദുർഗന്ധം വമിക്കുന്നതായ പാനീയം, അത്രക്കും വലിയ അദാബാണ്. അള്ളാഹുവിനെ അനുസരിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴിയിലല്ലാതെ സ്വന്തം ഇച്ഛകൾക്ക് ശരീരത്തിനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഈ നരകശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷ നേടാനുള്ള മാർഗം? ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ നരകത്തിൽ നിന്ന് രക്ഷ വേണ്ടവർ ചിന്തിക്കണേ. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊന്ന്, അത് നരകത്തെക്കുറിച്ച് കാവലിന് അള്ളാഹുവിനോട് ചോദിക്കലാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? ആരെങ്കിലും അള്ളാഹുവിനോട് 3 തവണ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനാറു നരകം അല്ലാഹു വ തആലയോട് പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ ഇന്നാലിന്ന അടിമ എന്നെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട് റബ്ബേ, അതുകൊണ്ട് അവനെ എന്നെ തൊട്ട് നീ കാക്കണയെന്ന് നരകം അല്ലാഹുവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് പറയാനുള്ളത്? എപ്പോഴും നമുക്ക് ചോദിച്ചൂടെ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ, എന്നെ നീ നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഏകാന്തമായി ഇരുന്നു കൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ഈ ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നരകത്തിൽ നിന്ന് കാവൽ തരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു ദിവസമെങ്കിലും എഴുന്നേറ്റുകൊണ്ട് രാത്രിച്ചുകൊണ്ട് നരകത്തിൽ നിന്നൊന്ന് കാവൽ ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം നരകത്തിൽ നിന്നുള്ള കാവലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദിവനേന ചോദിക്കുന്ന ആളുകളാണ്. നമ്മൾ മഗ്രിബ് നമസ്കാര ശേഷവും സുബ്ഹി നമസ്കാര ശേഷവും നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ നമ്മൾ ഈ ദിക്ർ, ഈ ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ അത് നമ്മൾ ആത്മാറാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്.
ആത്മാർത്ഥമായി കൊണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സിരുത്തി ആ ദുആ ചെയ്താൽ ആ ദുആ കൊണ്ട് നമുക്ക് നേട്ടമുണ്ട്. അല്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നരകത്തെക്കുറിച്ചുള്ള കാവല് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും മുത്തുനബിയ പറയുന്നത്, നരകം അള്ളാഹിനോട് പറയുകയാണ്, അള്ളാഹുവേ അവൻ എന്നെ തൊട്ട് നീ കാക്കണേ എന്ന് നരകം പോലും പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ടവർ നമ്മൾ നിൽക്കുന്നത്? അതുകൊണ്ട് എപ്പോഴും അവനോട് ചോദിക്കുക, നരകത്തെക്കുറിച്ചുള്ള കാവൽ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു വഴിയാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. അതാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. നിങ്ങളൊരു ഈത്തപ്പഴത്തിന്റെ ഒരു സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ട് കാവൽ തേടണേ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മഹത്വമാണ് ആ സ്വതക്കക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നെയ്യത്തിൽ എനിക്ക് നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കണമെന്ന നെയ്യത്തിലൊക്കെ ആ സ്വതക്കുകൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഭയാനകരമാകുന്ന, ഒരിക്കലും ഒരു സൃഷ്ടിക്കും താങ്ങാൻ സാധിക്കാത്ത ആ വലിയ നരകക്കുണ്ടിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകും. തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ നരകത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ആരുടെയെങ്കിലും നന്മ, ആരുടെയെങ്കിലും തിന്മ അധികരിച്ചാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നരകം കൊടുക്കുന്നത്. എന്നാൽ ആരുടെയെങ്കിലും നന്മ അധികരിച്ചാൽ, നന്മ തിന്മ തൂക്കി നോക്കിയപ്പോൾ ആരുടെയെങ്കിലും നന്മയുടെ തുലാസാണ് കനം തൂങ്ങിയതെങ്കിൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ശാശ്വതമായ സുഖങ്ങളുടെ, സൗഖ്യങ്ങളുടെ സ്വർഗമാണ്. അതല്ലേ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമിയോളം വിശാലമായ പരിശുദ്ധമായ സ്വർഗം. ഭൂമിയുടെ ഒരറ്റത്ത് താമസിക്കുന്ന നമ്മൾ ആ ഒരറ്റമല്ലാതെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ആ ഭൂമിയോളം, ആകാശത്തോളം വിശാലമായ പരിശുദ്ധമായ സ്വർഗം അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു സ്വർഗം ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ മുത്തഖീങ്ങള്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ മുത്തഖീങ്ങൾ. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു സ്വർഗം കൊടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ. നല്ല മഹാനായ ദഅവാ ഉസ്താദ് പാടിയത്, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നില്. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയോ മനനൊന്തിടണ്ട തിബർ തന്നെ പിന്നെയോ. ആരൊക്കെ നിന്നതായി കണ്ടിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലോ. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. സ്വർഗത്തിന്റെ മുറ്റത്തെക്കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിന്റെ മുറ്റം തന്നെ അത് മിസ്കാണ്, കസ്തൂരിയാണ്, പവിഴമാണ്, രത്നമാണ്, മരതകമാണ്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലെ വർണ്ണനകൾ എന്ന് മഹാനായ ദഅവാ ഉസ്താദ് പറയുകയാണ്. പിന്നെന്തിനാണ് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? മുറ്റം തന്നെ രത്നങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും കസ്തൂരി കൊണ്ടും നിറഞ്ഞതാണെങ്കിൽ ആ സ്വർഗത്തിന്റെ ഉള്ളിലെ അവസ്ഥ എന്താ? അത്രക്കും മനോഹരമായിട്ട് രത്നങ്ങൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, പാനിനാലുള്ള പുഴകൾ, ഒരുപാട് പഴവർഗ്ഗങ്ങൾ, അങ്ങനെ ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് മടുപ്പ് വരാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് പറയും. ആ സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ നിഴലിലൂടെ ഒരു വാക്കയറിയവൻ സഞ്ചരിച്ചാൽ
100 വർഷം സഞ്ചരിച്ചാൽ പോലും ആ നിഴലിനെ അവനക്ക് വിട്ടുകടക്കാൻ സാധിക്കില്ല. 100 വർഷം വാഹനത്തിൽ സഞ്ചരിച്ചാൽ പോലും ആ സ്വർഗത്തിന്റെ നിഴലിനെ അവനക്ക് വിട്ടുകടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു ദിവസം തന്നെ വാഹനത്തിൽ സഞ്ചരിച്ചാൽ എത്രയോ കിലോമീറ്ററുകളോളം നമ്മൾ സഞ്ചരിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ കേൾക്കണേ, 100 വർഷം വാഹനത്തിൽ സഞ്ചരിച്ചാൽ പോലും ആ നിഴലിനെ അവനക്ക് മുറിച്ചു കടക്കാൻ സാധിക്കില്ലെങ്കിൽ സ്വർഗത്തിന്റെ വിശാലത എത്രയാ, സ്വർഗത്തിന്റെ മനോഹാരിത എത്രയാ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നത്. أعددت لعبادي الصالحين أعددت عبادي الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. ഇന്നേവരെ ഒരു കണ്ടിട്ടില്ലാത്ത, ഇന്നേവരെ ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഇന്നേവരെ ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലും കടന്നു വന്നിട്ടില്ലാത്ത രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം തയ്യാർ ചെയ്തിട്ടുള്ളത്. അത്രക്കും മനോഹരമായിട്ട് ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ മനോഹരമായി കൊണ്ട് അത്രക്കും സുഖ സൗകര്യങ്ങളോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുക്കി തയ്യാറാക്കിക്കൊണ്ട് അല്ലാഹു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗ്ഗത്തിൽ നമുക്കും എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മനോഹരമായ സ്വർഗ്ഗം അത് നമുക്കും നേടണം. എന്താണത് നേടാനുള്ള വഴി? അതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും സ്വർഗ്ഗം നേടാനാണെങ്കിൽ അവർ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളും മഹാന്മാര് പഠിപ്പിക്കുന്നു. എന്താ പറയുന്നത്? മൻ അറാദ അൻ യനാലൽ ജന്നത ഫഅലൈഹി അൻ യുദാവിമ അലാ ഖംസതി അഅമാൽ. ആരെങ്കിലും സ്വർഗ്ഗം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മഹാന്മാര് സൂചിപ്പിക്കുന്നു. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് തെറ്റുകളെ തൊട്ടൊക്കെ ശരീരത്തിനെ തടഞ്ഞു നിർത്തലാണ്. അതിലൊന്നാമത്തത് മുഴുവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുഴുവൻ തിന്മകളിൽ നിന്നും റസൂലുള്ളാഹി തങ്ങൾ വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും സ്വന്തം ശരീരത്തെ തടഞ്ഞു നിർത്തലാണ്. അതിൽ ഒന്നാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നത് അതാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ശരീരത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയും ജീവിതത്തിൽ കൊണ്ടു നടക്കി ഒന്നാണ്. മുഴുവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവന്റെ ശരീരത്തിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. സ്വർഗ്ഗം നേടാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായ വിരോധിച്ചതായ കാര്യങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മുഴുവനായി കൊണ്ട് മാറ്റി നിർത്തുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എന്താ അതിന് ചെയ്യുക? തെറ്റുകളൊക്കെ ഒരുപാട് സംഭവിച്ചു പോയി. ഇനി എന്താ അതിന് ചെയ്യുക? അതിന് തൗബ ചെയ്യലേ വഴിയുള്ളൂ. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ കണ്ട് പുണരാനാണ്, നരകക്കുണ്ടിലെറിയും പേടികൊണ്ടാണ്. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. പറ്റിപ്പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങലാണ് ഏറ്റവും വലിയ വഴി. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. തൗബ ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ നമുക്ക് പോയിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട്ട് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന മനസ്സോടെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പറയുന്നത്
അൻ യർളാ മിനൽ യസീരി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. അല്ലാഹു എന്താണോ നമുക്ക് തന്നത് അത് തൃപ്തിപ്പെടണേ പ്രിയപ്പെട്ട മുഅ്മിനേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ രാജകുമാരനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങിയത് ഓലപ്പായിലല്ലേ പ്രിയപ്പെട്ടവരെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുതുകിൽ ഓലപ്പായയുടെ അടയാളം വീണില്ലേ പ്രിയപ്പെട്ടവരെ. ആ നേതാവല്ലേ റോൾ മോഡൽ, ആ നേതാവല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്, ആ നേതാവിനെയല്ലേ നമ്മൾ അനുകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് സ്വർഗ്ഗം നേടാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അയ്യകൂന ഹാരിസൻ അല ത്വാആത്ത്, എല്ലാ ത്വാഅത്തുകളുടെ മേലും അവൻ താല്പര്യമുള്ളവനെ ആവുക. ഒരു നിസ്സാരമായി കാണാതിരിക്കുക, ഒരു ഇബാദത്തിനെയും നിസ്സാരമായി കാണാതിരിക്കുക പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അമലിന്റെ കാരണത്താലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗം നൽകുന്നത്. അത് ഏതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗ്ഗം ലഭിച്ചവരില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഇബാദത്തിനെയും ഒരു കാര്യത്തെയും നിസ്സാരമായി കാണാതിരിക്കുക. എല്ലാ ഇബാദത്തുകളോടും താല്പര്യമുണ്ടായിരിക്കുക. ഒന്നാലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മജ്ലിസ് നൂറിൽ പങ്കെടുത്ത കാരണത്താലാണ് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാകുമല്ലോ. എന്നാൽ ഈ മജ്ലിസിൽ പങ്കെടുക്കാത്തവരുടെ അവസ്ഥ എന്താ? അതാ പറയുന്നത്, എല്ലാ ഇബാദത്തുകളുമായി ബന്ധപ്പെടലാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാലാമതായിട്ട് പറയുന്നത് സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ബഹുമാനം ഇഷ്ടപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ആളുകളോട് കൂട്ടുകൂടുക, നല്ല ആളുകളെ സ്നേഹിക്കുക. അതല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കലൊരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സഅതു യാ റസൂലല്ലാഹ്, നബിയേ ഖിയാമത്ത് നാൾ എന്താണെന്ന് ചോദിച്ചപ്പോ നബി അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചാണ്, എന്താണ് നീ അതിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ സഹാബി പറയുകയാണ്, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ സഹാബി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സഹാബി ഞാൻ കൂടുതൽ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ കൂടുതൽ നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ സദഖ ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. മഹാന്മാരായ ആളുകളെ ഇഷ്ടപ്പെടുന്നതിനേക്ക്, ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹബ്ബത്ത് വെക്കുന്നതിനേക്ക് ഇത്രക്കും വലിയ പ്രതിഫലമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് മതി നമുക്ക് സ്വർഗ്ഗം നേടാൻ, അത് മതി നമുക്ക് സ്വർഗ്ഗം നേടാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ. മഹാന്മാരായ ആളുകൾ മഹബ്ബത്ത് അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണേ. സ്വർഗ്ഗത്തിലേക്ക് എത്താം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനമായിട്ട് പറയുന്നത് ദുആഇനെ അധികരിപ്പിക്കലാണ്. നിരന്തരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യലാണ്. അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ എന്ന് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അതാണ് അല്ലാഹുവിന്റെ പറയുന്നത്. ആരെങ്കിലും 3 തവണ സ്വർഗ്ഗം ചോദിച്ചാൽ ഖാലത്തിൽ ജന്നത്തു, സ്വർഗ്ഗം പറയുകയാണ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ നിന്റെ ഇന്നാലിന്നാടിമ എന്നെ ചോദിക്കുന്നുണ്ട് റബ്ബേ, അതുകൊണ്ട് അവനെ എന്നിൽ നീ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് ഇത്ര ചോദിക്കാൻ മടി? രാത്രി എല്ലാവരും ഉറങ്ങിക്കപ്പോൾ അല്ലാഹുവിനേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ അല്ലാഹു ഒരിക്കലും അത് തട്ടിക്കളയൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഇരിക്കതികളോട് ഓർമ്മപ്പെടും
ഓർമ്മപ്പെടുത്താനുള്ളത് എപ്പോഴും ദുആ ചെയ്യുക, അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക, നരകത്തെക്കുറിച്ചുള്ള കാവല് ചോദിക്കുക. അതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും, നമുക്ക് നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കട്ടെ എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതുവഴി സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് മുറുകെ പിടിക്കുക, അതാണ് ഏറ്റവും വലിയ ആയുധം. എപ്പോഴും സ്വലാത്ത്, നമുക്ക് സ്വലാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്രയിലും എപ്പോഴും നമുക്ക് ഒന്നാണ്. ആ സ്വലാത്തിലൂടെയാണ് നമ്മൾ നാളെ ആഗ്രഹിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ സാധിക്കുക. الشفاعة هب لنا في القيامة مشفقا واهلنا إضلاع يا سيدي خير النبي لا إله إلا الله لا إله إلا لا إله إلا الله محمد رسول الله ആർദ്രമായ ശുപാർശയായി അങ്ങ് നാളെ രക്ഷകൻ ആര് ഞങ്ങൾക്കങ്ങയെപ്പോൾ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ അശ്ശഫീഇൽ ത്വഹി വൽ ഹബീബിൽ അറബി ارتكبت على الخطا غير صر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطحي والحبيب العربي. الله سبحانه وتعالى മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ തിരുസുന്നത്തുകളൊക്കെ എടുത്ത് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങളെ സ്മരിച്ച, അവരെ തവസ്സുലാക്കി പ്രാർത്ഥിച്ച ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങളുടെ കാവല് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവർ സ്വർഗത്തിലെ VIP-കളാണ്, സ്വർഗത്തിലെ VIP-കളാണ്, പ്രത്യേക സ്ഥാനമുള്ളവരാണ്. അവരോടുള്ള ആ ബന്ധം നേടാൻ ഈ മജ്ലിസ് അല്ലാഹു ഒരു സബബാക്കി നമ്മിലാക്കട്ടെ. അവരോടുള്ള ബന്ധമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ വളരെ നേരത്തെ തന്നെ എത്തിയവരാണ് നിങ്ങളൊക്കെ. ദീർഘമായി സംസാരിക്കുന്നതിന് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്ത്, ആ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മളിന് ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ ചെലവാക്കുകയാണോ, അതല്ല ഈ ഭൗതികമായ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുകയാണോ എന്ന് അള്ളാഹു നോക്കുന്നുണ്ട്. സമ്പത്തൊരു പരീക്ഷണമാണ്. അംവാലും ഔലാദും ഫിത്നയാണ് എന്നാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ ഭാഷ്യം. പരീക്ഷണമാണ്. അപ്പൊ ഈ സമ്പത്ത് അള്ളാഹു നമുക്ക് തന്നത് ഈ ജീവിച്ച് മരിക്കുന്നതിനിടയിൽ അത് അള്ളാഹു കാര്യങ്ങളിൽ ചെലവഴിക്കാൻ നമുക്ക് വെച്ചാൽ അപ്പൊ നമ്മൾ സമ്പത്ത് കൊണ്ട് വിജയിച്ചവരായി. അപ്പോൾ നമുക്ക് സമ്പത്ത് നിഅമത്തായി. അതല്ല ചെലവഴിച്ചത് അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യത്തിലാണെങ്കിൽ ആ സമ്പത്ത് നമുക്ക് നിഅമത്തല്ല, മറിച്ചത് മുസീബത്താണ്.
നമ്മൾ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അതിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കാൻ പലപ്പോഴും നമുക്ക് മടി. നമ്മളൊക്കെ ചെലവഴിക്കുന്ന ആളുകളാണ്, ഞാൻ പറയുന്നു എന്ന് മാത്രം. മടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ സമ്പത്ത് എനിക്ക് നാളെ ആവശ്യമുണ്ടാവും. നാളെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സൗകര്യത്തിന് സുഖത്തിനൊക്കെ സമ്പത്ത് എനിക്ക് ആവശ്യമുണ്ടാവും എന്നുള്ള ചിന്തയാണ്. സത്യത്തിൽ അള്ളാഹുവിന്റെ ഖളാഇനെ തടുക്കാൻ നമ്മളെ നോട്ട് കെട്ടുകൊണ്ടാവില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ നോട്ട് കെട്ടുകൊണ്ടാവില്ല. മറിച്ച് ഒരു പക്ഷേ നമ്മൾ നല്ല മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അതിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് രോഗങ്ങൾ തട്ടിമാറ്റാം, സമ്പത്തുകൾ ഒഴിവാക്കി തരാം. ഇങ്ങനെയാണ് ഒരു മുഅ്മിൻ ചിന്തിക്കുക. 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ഒരിക്കലൊരു പണ്ഡിതൻ ഖലീഫ മൻസൂറിനെ കാണാൻ പോവാണ്. ഖലീഫ മൻസൂറിന്റെ അടുത്ത് ചെന്നപ്പോ ഈ പണ്ഡിതനോട് ഖലീഫ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണമെന്നാണ്. ഈ പണ്ഡിതൻ ഖലീഫയോട് ചോദിച്ചു, എന്ത് ഉപദേശമാണ് ഞാൻ തരേണ്ടത്? ഞാൻ കണ്ട കാര്യങ്ങൾ കുറെ ഉണ്ട്, കേട്ട കുറെ കാര്യങ്ങളുണ്ട്, എന്ത് ഉപദേശമാണ് താങ്കൾക്ക് വേണ്ടത്? ഖലീഫ പറഞ്ഞു, നിങ്ങൾ കണ്ടത് പറഞ്ഞാൽ മതി, കേട്ടത് വേണ്ട, കണ്ടത് പറയും. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കഥയാണ്. കഥയല്ല, ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വലിയ സമ്പന്നനായിരുന്നു. ഭരണം ഏറ്റെടുത്തു. ഖലീഫയായതോടുകൂടെ ദരിദ്രനായി മാറി ഒരു സൂഫിയായ ജീവിതം, സാഹിദായി ജീവിച്ച ഒരു മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 18 ദീനാറാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ആകെ മുതൽ 18 ദീനാർ. ഈ 18 ദീനാറിൽ മയ്യത്ത് പരിപാലന ചെലവ് ദീനാർ, പിന്നെ ഖബറിന്റെയും മറ്റും ചെലവ് 4 ദീനാർ. ഇനി ബാക്കി എത്ര? 9. ഈ 9 ദീനാറാണ് ആകെ ഇനി മക്കൾക്ക് വിഹിതിക്കാനുള്ളത്. 10-ലേറെ മക്കളുണ്ട്. ആ മക്കള് ഒക്കെ ദരിദ്രരാണ്. അതുകൊണ്ടാണല്ലോ പരിപാലന ചെലവായി തന്നെ എടുത്തത്. ഈ 9 ദീനാർ 10-ലേറെ തിരിച്ചു കൊടുത്തു. അവസാനപ്പെടുന്ന സമയത്ത് നിങ്ങൾ കുട്ടികൾക്കൊന്നും കൊടുക്കണില്ലല്ലോ, ഭരണാധികാരിയാണ്, ഖജനാവിന്റെ താക്കോലേക്ക് സ്വന്തം പോക്കറ്റിലുള്ള ആളാ, കുട്ടികൾക്കൊന്നും കൊടുക്കണില്ല, ഒന്നും വസിയത്ത് ചെയ്യണില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവർക്ക് അള്ളാഹുവിന്റെ തഖ്വയാണ് ഇട്ടേച്ചു പോകുന്നത്. ആ തഖ്വ മുറുകെ പിടിച്ച് അവർ ജീവിച്ചാൽ മതി, ബാക്കി അള്ളാഹ് നോക്കിക്കോളും. ഇത് ഈ പണ്ഡിതൻ കണ്ട ഒരു സംഭവമാണ്, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ സംഭവമാണ് പറയുന്നത്. മറ്റൊരു സംഭവം കൂടി ഇതുകൂടി ചേർത്ത് വെക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, അതും ഇതുപോലത്തെ ഒരു രാജാവ് തന്നെയാണ്. ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള സൂഫി ജീവിതവും സുഹദിന്റെ ജീവിതവും നയിച്ച ആളല്ല, എങ്കിലും ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരുന്നു ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് മരണപ്പെട്ട സമയത്ത് 10-ലേറെ മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 10 ലക്ഷം ദീനാറാണ് ഒരു കുട്ടിക്ക്. 10 ലക്ഷം ദീനാർ. നേരത്തെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുല്ലാഹിന്റെ മക്കൾക്ക് 1 ദീനാർ പോലും കിട്ടിയില്ല ഒരാൾക്ക്. ഇവിടെ 10 ലക്ഷം കിട്ടി. എന്നിട്ട് ഈ 2 സംഭവങ്ങളും ചേർത്ത് വെച്ച് ഖലീഫ മൻസൂറിനോട് അദ്ദേഹം പറയാണ്, ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉണ്ടല്ലോ, മരണസമയത്ത് ആകെ മക്കൾക്ക് വീതിക്കാൻ 9 ദീനാർ മാത്രം കിട്ടിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മക്കള് കുറച്ച് കഴിഞ്ഞപ്പോ അവര് തഖ്വയോടുകൂടി ജീവിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് സമ്പത്ത് വാരിക്കോരി കൊടുത്തു എന്ന് മാത്രല്ല, യുദ്ധമൊക്കെ വരുമ്പോ 100 കുതിരകളെയാണ് അവര് സ്വതക്ക ചെയ്യാറുള്ളത്. സുബ്ഹാനല്ലാഹ്, 100 കുതിരകളെയാണ് ആ മക്കള് യുദ്ധം വരുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാറുള്ളത്. അപ്പൊ അവരുടെ സമ്പത്ത് എത്രയാണ്? ഇത് അനന്തരം കിട്ടിയതല്ല, അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ തുറന്നു കൊടുക്കുമെന്ന വിശ്വാസം അവരുടെ വാപ്പാക്കുണ്ടായിരുന്നു. എന്നാൽ പക്ഷം അനന്തര സ്വത്ത് കിട്ടിയ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മക്കളിൽ ഒരാൾക്ക് കിട്ടിയത് 10 ലക്ഷം. ആ കൂട്ടത്തിൽ ഒരു കുട്ടി, ഒരു മകൻ അങ്ങാടിയിലൂടെ സ്വതക്ക ചോദിച്ചുകൊണ്ട് കിട്ടി യാചിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട ചരിത്രമാണല്ലോ നിങ്ങൾ ചോദിച്ചത്, കണ്ടതാണ് ഈ പറയുന്നത് എന്ന് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കണ്ടോ, വാപ്പ ഉണ്ടാക്കി വെച്ച സ്വത്ത് 10 ലക്ഷം ദീനാർ, അത് ഒരു മകന് കിട്ടിയിട്ട് പോലും ജീവിത ചെലവ് കഴിഞ്ഞു പോയില്ല.
അപ്പൊ സമ്പത്ത് എത്ര കെട്ടിപ്പൂട്ടി നമ്മൾ എന്തിനു വേണ്ടി കരുതി വെച്ചാലും നമ്മളെ മക്കൾക്കാണെങ്കിലും മറ്റ് സൗകര്യത്തിനാണെങ്കിലും അതുകൊണ്ടൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നുകൊള്ളുന്നില്ല. അള്ളാഹുവാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവൻ. അപ്പോൾ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോ നമ്മൾ ചെലവഴിക്കണം എന്നാണ് ഈ ഒരു ഖിസ്സയിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. പലപ്പോഴും ഉമർ ബിൻ അബ്ദുൽ അസീർ അള്ളാഹുവിന്റെ ഈ പാവപ്പെട്ട മക്കള് മരിക്കുന്നപ്പെട്ടവരായിരുന്നു. ഈ മക്കള് രാജാവായിരുന്ന ഹിഷാം ബിൻ അബ്ദുൽ മാലിക്കിന്റെ സഹായിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ കയ്യിൽ വരുന്ന സമ്പത്തുകൊണ്ട് നമുക്കിത് നമ്മൾ ദുനിയാവിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടത്താൻ പറ്റിക്കോളുന്നില്ല എന്നാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോ, അത് വെള്ളിയാഴ്ചയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സാധുക്കളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മുടെ സോളാറിന്റെ ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചു. അവിടെ പള്ളിക്ക് വേണ്ടി നമ്മൾ കുഴിക്കുന്ന കിണർ, ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവസരങ്ങൾ മുമ്പിൽ തുറന്നു വരുമ്പോൾ മുതലാക്കുക. അതിന്റെ പേരിൽ നഷ്ടം ഉണ്ടാവില്ല. ശരിക്ക് അതാണ് അതാണ് ബാങ്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ ബാങ്കാണ്. ആ ബാങ്കിലേക്ക് നമ്മൾ എത്ര ഇട്ടാലും നമുക്ക് നഷ്ടാവില്ല. ഇപ്പൊ ഉദഹയ്യത്തിന്റെ സമയം വരികയാണ്, നഷ്ടപ്പെടുത്തരുത്. മുഅ്മിനീങ്ങളായ ആളുകൾ അവസരം ഉപയോഗപ്പെടുത്തണം. നാളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ സിറാത്ത് പാലത്തിലൂടെ ആവശ്യമായ വാഹനം ആവശ്യമുള്ളവർ, ഉദഹയ്യത്തിൽ സാധിക്കുന്നവരൊക്കെ അതിൽ പങ്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ ചെയ്ത സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു നമുക്കുള്ള തൗഫീഖും അതിനുള്ള മനസ്സും കരുത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്തുകൊണ്ട് ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ മഹാന്മാരായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്തു നമുക്ക് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين، وإلى حضرات جميع أولياء الله تعالى من مشرق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم أجمعين. رحمن رحيم മായ രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങളുടെ പരിശുദ്ധ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് ഓതിയതും പരിശുദ്ധ പാരായണം ചെയ്തതും കബൂലാക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞത് കബൂലാക്കണേ അല്ലാഹ്. സാലിഹായിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാഹ്. എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഞങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുത്തതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിലുള്ള ഒരുപാട് വാർദ്ധക്യമെത്തിയ കാരണം കൊണ്ട് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകണേ ഷാഫി. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് സമ്പത്ത് മുടക്കിയാലും മാറാത്ത മാറാവ്യാധികളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ മിഥിൽ സവാബിനെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതൃമിത്രാദികളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിലേക്ക് ഇതിന്റെ മിഥിൽ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ല് പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറ്റു പള്ളികളും ചുറ്റുഭാഗത്ത് മറവട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ഞങ്ങൾ ഓതിയതിൻ്റെ ഞങ്ങളുടെ പാരായണം ചെയ്തതിൻ്റെ മിഥിൽ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഖബർ ജീവിതം സാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തേക്ക് വിശാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് ഖബറാക്കണേ റഹ്മാനെ.
മുഅ്മിനീങ്ങളുടെ ഖബർ നൽകണേ അല്ലാ. ഖബറിന്റെ ഭയാനകതയെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. ഖബറിന്റെ ഇരുട്ടിനെ തൊട്ട് ഇടുക്കത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറബറാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണതുണ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കഞ്ചാവിൻ്റെ കള്ളിൻ്റെ അടിമകളാക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഭർഗണങ്ങൾ, മാറാവ്യാധികൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ ആഖിബത്ത് മോശമാകുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെക്കും ഞങ്ങളുടെ മഹല്ലത്തിനും നീ ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിലെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ റഹ്മാനെ. അതിന് നേതൃത്വം നൽകുന്നവർ, മാനസികമായി ശാരീരികമായി സഹായിക്കുന്നവർ, സഹനവർക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. അവർ ബന്ധപ്പെടുന്ന മേഖലകളിലേക്ക് ഖൈർ നൽകണേ റഹ്മാനെ. ഖൈറിൻ്റെ അഹ്ലുകാൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാരുണ്ട്. ഖൈർ നൽകണേ റഹ്മാനെ. വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തുകൾ നൽകണേ റഹ്മാനെ. നിയമപരമായ മുട്ടുകൾ നീക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഹാസിലാക്കണേ റഹ്മാനെ. സംഭാവനകൾ കബൂലാക്കണേ റഹ്മാനെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റഹ്മത്ത് നൽകണേ റഹ്മാനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്നത്തെ മജ്ലിസിൽ പാനീയം നൽകിയവരുടെ സദഖ കബൂലാക്കണേ റഹ്മാനെ. എന്തു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ആ സദഖ നൽകിയതെങ്കിൽ അതൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ. അതിൻ്റെ സവാബിനെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസ് സാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനെ. സാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ വല്ല രോഗത്തിൻ്റെയും മാരകമായ രോഗത്തിൻ്റെയും അണുക്കളുണ്ടെങ്കിൽ ഈ മഹദി മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ അതൊക്കെ ശിഫാ നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചവരുണ്ട്. മഖബൂലും മർബറൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആഫിയത്തോടെ ആയിരാരോഗ്യത്തോടെ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പല ആളുകളും ഇനിയും ഹജ്ജ് ഉദ്ദേശിക്കുന്നവരുണ്ട്. തൗഫീഖ് നൽകണേ റഹ്മാനെ. പോയവർക്ക് അവിടെ വീണ്ടും പോകാനവർക്ക് ജീവിതത്തിൽ മരണത്തിന് മുമ്പായി ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിൻ്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കുന്ന ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഹബീബിൻ്റെ മുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. തഖ്വയുള്ളവരാക്കണേ റഹ്മാനെ. നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം അത്രയും നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما تفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.